ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പിൻ്റെ ടൈമിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ ഒരു ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കണം. ഞാനിവിടെ ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് മിക്സിയുടെ ജാർ എടുക്കാം, അപ്പോൾ അതിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചിക്കന് ഒരു ബൗള് മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രസ്റ്റ് പീസാണ്. പിന്നെ ഇവിടെ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 2 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്കൊരു മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊരു പിടിയോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഒരു പിടി മല്ലിയില ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത്രയും ഐറ്റംസ് ഇട്ടതിന് ശേഷം ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫൈനായിട്ടല്ല, എന്താ പറയുക, നമ്മുടെ ചിക്കന് നന്നായിട്ടൊന്ന് ഒതുങ്ങി കിട്ടുന്ന ആ ഒരു രീതിയിൽ ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെയുള്ള ഓണിയൻ ചോപ്പർ വാങ്ങിച്ച് അതിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. ഇത് കെൻവുഡിൻ്റെ ഓണിയൻ ചോപ്പറാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചോപ്പറാണ് കേട്ടോ. അപ്പോഴെങ്കിലും ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിച്ചോളൂ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് നമ്മൾ മുകളിൽ നിന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. മിക്സിയുടെ ജാർ വെച്ചിട്ടും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. മിക്സിയുടെ ജാർ ഉണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് ഇതുപോലെ നമുക്ക് ഒതുങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ ചെയ്താലും മതി. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കന് എടുത്തിട്ടുണ്ടാവും കേട്ടോ. 1/2 കിലോ ചിക്കനോളം എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അരക്കുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇത് ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതൊരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് നമ്മളിപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ മല്ലിയുടെയും ഓണിയൻ്റെയും എന്താ പറയുക വെള്ളം മാത്രമാണ് ഇതിൽ ആഡ് ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി കുറച്ച് നെയ്യോ അതുപോലെ എണ്ണയോ എന്തെങ്കിലും കയ്യിലാക്കിയിട്ട് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഈ ഒരു ഷേപ്പിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കയ്യിൽ കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും നെയ്യോ മറ്റോ കുറച്ച് പുരട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ റൗണ്ട് ആക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണം ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ റംസാനൊക്കെ വരല്ലേ. അപ്പോൾ നോമ്പ് തുറക്കുമ്പം ഇതുപോലെ എന്താ പറയുക നമ്മൾ മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചാൽ ഫ്രീസറിൽ വെച്ചാൽ പിന്നെ എടുത്ത് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സ്നാക്സ് ആയിട്ട് മാത്രമല്ല നമുക്ക് ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ.
ഞങ്ങൾ ഇന്നിവിടെ ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, പയറ് വെള്ളം ചോറൊക്കെ വെച്ചിട്ട് അതിനൊപ്പം ഇങ്ങനെ പൊരിച്ചത് ഇതും കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുണ്ടാക്കി കഴിച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സ്നാക്സ് ആയിട്ട് മാത്രമല്ല, നമുക്ക് ലഞ്ചിനൊപ്പമൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു സൈഡ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇത് വേവിച്ച ചിക്കൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഓരോന്നും തിരിച്ചിട്ടും മറിച്ചിട്ടും 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ തീ കൂട്ടിക്കൊടുക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ തന്നെ 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ചിക്കൻ ഇതിന് പേരൊന്നുമില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ്. ചിക്കൻ കീമ ഫ്രൈന്നോ എന്തെങ്കിലും ഒരു പേര് ഇതിനിടാം. അപ്പോൾ ഇതുണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫിഷ് വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ. പിന്നെ ബീഫ് വെച്ചിട്ടുണ്ടാക്കാം, ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും വെജിറ്റബിൾസ് വെച്ചിട്ട് പോലും ഇതുണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഒരിക്കലും ഞാൻ വെജിൻ്റെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയാണ് വെജിൻ്റെത്. അപ്പോൾ 2 സൈഡും മൊരിഞ്ഞ് വരുമ്പം ഇതൊന്ന് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ടിഫിനിൽ സ്നാക്സ് ആയിട്ടും അതുപോലെ ചോറിനൊപ്പമൊക്കെ കൊടുക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെച്ചാൽ ആവശ്യത്തിനടുത്ത് പൊരിച്ചെടുക്കാം. അപ്പോൾ നോമ്പലൊക്കെ വരുമല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കും കൊടുക്കാം. അപ്പോൾ നോമ്പിന് നമുക്ക് നോമ്പ് തുറക്കുമ്പം ആ ഒരു ടൈമിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് ചോറിനൊപ്പയോ ചായക്കൊപ്പയോ എന്താ വെറുതെ കഴിക്കാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ആക്കണേ, ഷെയർ ആക്കണേ, കമൻ്റ് ആക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ അതൊന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസില്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓൾ എനേബിൾ ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.